അപ്പൊ അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം, ആരും ഞെട്ടരുത്. ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. വിസ്മയ കേസിലെ പ്രതി കിരൺ കുമാറിന് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ. ഈ ലോകത്തിന്റെ ഒരു പോക്കെ ഇവന്മാരൊന്നും ജീവിതകാലത്ത് നന്നാവില്ല. ശീതൽ ശ്രീപീഡനത്തെ തുടർന്ന് BMS വിദ്യാർത്ഥിയായിരുന്ന വിസ്മയ ജീവനൊടുക്കിയ കേസിലാണ് പ്രതി കിരൺകുമാർ നേരത്തെ സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിലെ ശിക്ഷാവിധി റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടായിരുന്നു വിസ്മയുടെ ഭർത്താവ് കിരൺകുമാർ ഇത്തരത്തിലൊരു ഹർജിയുമായി സുപ്രീം കോടതിയിൽ എത്തിയത്. ഇതാണ് ഇവിടുത്തെ വ്യവസ്ഥിതി. വി ആർ ലിവിംഗ് ഇൻ എ വെരി ക്രൂവൽ സൊസൈറ്റി. നമുക്കറിയാം, ഈ കേരളത്തിൽ തന്നെ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു കേസായിരുന്നു. ഈ തനിക്കെതിരെ ഈ ആത്മഹത്യാ പ്രേരണ കുറ്റം നിലനിൽക്കില്ല എന്നായിരുന്നു ഈ ഹർജിയിലെ പ്രധാന വാദം. എടാ, നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചുവിട്ടിരിക്കുന്നത്. വിസ്മയുടെ ആത്മഹത്യയിൽ തന്നെ നേരിട്ട് ബന്ധിപ്പിക്കുന്ന തെളിവുകളില്ലെന്നും തന്റെ ഇടപെടൽ കാരണമാണ് ആത്മഹത്യ എന്ന് തെളിയിക്കാനായില്ലെന്നും മാധ്യമ വിചാരണയുടെ ഇര മാത്രമാണ് താൻ എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളായിരുന്നു കിരൺകുമാർ ഈ ഹർജിയിൽ പറഞ്ഞിരുന്നത്. ഇതെന്ത് ന്യായം? ഇതാ ഇവിടുത്തെ ന്യായം. എങ്ങോട്ടാണ് ഈ നാടിന്റെ പോക്ക്? അഡീഷണൽ സെഷൻസ് കോടതി 10 വർഷത്തെ തടവും 12 ലക്ഷം രൂപ പിഴയുമാണ് കിരൺകുമാറിന് ശിക്ഷയായി വിധിച്ചത്. ഇതിനെതിരെയാണ് ഒരു അപ്പീൽ ഇപ്പോൾ ഹൈക്കോടതിയിൽ പോവുകയും അതിൽ ആ തീരുമാനം നീളുന്ന ഒരു സാഹചര്യമുള്ള കാര്യത്തിൽ തനിക്ക് ശിക്ഷാവിധി റദ്ദാക്കി മരവിപ്പിച്ച് ജാമ്യം നൽകണം. പോലീസുകാരനെ തൊട്ട് കളിക്കല്ലേ. കേരള പോലീസ് ആരാണെന്ന് ഇന്ന് നീ വിവരം അറിയും. ഇന്ന് രണ്ടും കൽപ്പിച്ചാ ഞാൻ വന്നിരിക്കുന്നത്. ആരാണ് ശരിയാ? ഒത്തി നുറുക്കും ഞാൻ.